നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ കേട്ട് ഹൈക്കോടതി പോലും ചോദിക്കുന്നു, ഇത് കേരളമാണോ എന്ന്. മുൻപ് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം കേട്ടുകേൾവിയുള്ള വാർത്തകൾ പരിഷ്കൃതരും സാക്ഷരരുമായ മലയാളികൾക്കിടയിലും സംഭവിക്കുന്നു. വീട്ടിലെ നിർബന്ധിത പ്രസവത്തെ തുടർന്ന് യുവതിയും കുഞ്ഞും മരിച്ചതിന് പിന്നാലെ മലയാളികൾ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട മറ്റൊരു പരാതി കൂടി. പെൺകുഞ്ഞിന് ജന്മം നൽകിയതിൻ്റെ പേരിൽ ക്രൂരമർദ്ദനം നേരിടുന്നു എന്ന് ചൂണ്ടിക്കാട്ടി കൊല്ലം സ്വദേശിനിയായ യുവതിയാണ് കോടതിയെ സമീപിച്ചത്. ഇത് കേട്ട് ഹൈക്കോടതി ഞെട്ടലോടെ ചോദിച്ചതാണ്, ഇത് കേരളമാണോ എന്ന്. നവോത്ഥാന കേരളത്തെപ്പറ്റി വീമ്പിളക്കുന്നവർ ഇതേക്കുറിച്ച് അറിയണം. ആ വാർത്തയിലേക്കാണ് പോലീസ് പെട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. രണ്ടായിരത്തി 12 കൊല്ലം സ്വദേശിനിയായ യുവതിയും മൂവാറ്റുപുഴ സ്വദേശിയായ യുവാവും തമ്മിൽ വിവാഹം നടക്കുന്നത്. ആദ്യ രാത്രിയിൽ തന്നെ ഭർത്തൃപിതാവിൻ്റെ വക ഉപദേശം, ആൺകുഞ്ഞുണ്ടാകാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയാണ് മകനെയും മരുമകളെയും മണിയറയിലേക്ക് പറഞ്ഞയച്ചത്. 2014 ഇവർക്കൊരു പെൺകുഞ്ഞുണ്ടായി. ഇതോടെ യുവതിക്ക് നേരെ ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെ ക്രൂരമർദ്ദനം. എല്ലാം സഹിച്ചു കുറേ നാൾ അവർക്കൊപ്പം ജീവിച്ചു. പിന്നീട് കുടുംബാരോഗ്യ വകുപ്പിലും മറ്റും പരാതിയുമായി യുവതി പോയെങ്കിലും നടപടി ഒന്നും ഉണ്ടായില്ല. ഒടുവിലാണ് നീതി തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. യുവതിയുടെ ആവലാതികൾ ഞെട്ടലോടെ കേട്ട കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് വിശദീകരണം തേടിയിട്ടുണ്ട്. പെൺകുട്ടി ജനിക്കരുതെന്ന ഉദ്ദേശത്തോടെ ആൺകുട്ടി വേണമെന്ന തരത്തിൽ ഭർത്താവും ഭർത്തൃവീട്ടുകാരും നിർദ്ദേശങ്ങൾ നൽകിയെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് കൊല്ലം സ്വദേശിനി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഭർത്താവിനും ഭർത്തൃവീട്ടുകാർക്കുമെതിരെ ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയവുമായി ബന്ധപ്പെട്ട നിയമപ്രകാരം നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. നേരത്തെ കുടുംബാരോഗ്യ ക്ഷേമവകുപ്പ് ഉദ്യോഗസ്ഥരെ സമീപിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും ഹർജിയിൽ പറയുന്നു. ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇത്തരം സംഭവങ്ങൾ കേരളത്തിലും നടക്കുന്നുണ്ടെന്ന് കേൾക്കുന്നത് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് വാക്കാൽ അഭിപ്രായപ്പെട്ടു. തുടർന്ന് എതിർകക്ഷികളായ കുടുംബാരോഗ്യ ക്ഷേമവകുപ്പിനോട് ഉൾപ്പെടെ നിലപാട് തേടിയിട്ടുണ്ട്. 2012 മൂവാറ്റുപുഴ സ്വദേശിയുമായുള്ള യുവതിയുടെ വിവാഹം. വിവാഹ ദിവസം തന്നെ ഭർത്താവിന്റെ പിതാവ് ഇംഗ്ലീഷ് മാസികയിലെ കുറിപ്പ് മലയാളത്തിലാക്കി വിവർത്തനം ചെയ്ത് നൽകിയെന്നും ഹർജിയിൽ പറയുന്നു. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ആരോഗ്യമുള്ള ആൺകുട്ടി വേണമെന്ന തരത്തിൽ നിരന്തര നിർദ്ദേശങ്ങളും മറ്റും ഭർത്താവും ഭർത്തൃവീട്ടുകാരും മുന്നോട്ട് വെച്ചതായും യുവതിയുടെ പരാതിയിലുണ്ട്. പെൺകുഞ്ഞ് സാമ്പത്തിക ബാധിതയാണെന്നായിരുന്നു കുടുംബത്തിന്റെ നിലപാട്. പിന്നീട് 2014 യുവതിക്ക് പെൺകുഞ്ഞ് ജനിച്ചതിന് ശേഷവും ക്രൂരതകൾ തുടർന്നുവെന്നും ഹർജിക്കാരി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. തന്റെ പരാതി വിവരിച്ച് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ഡിവിഷൻ ഡയറക്ടർക്ക് കത്തയച്ചിരുന്നു. തുടർന്ന് പരാതി പരിശോധിക്കാനും കർശന നടപടി സ്വീകരിക്കാനുമായി കത്ത് കുടുംബക്ഷേമ വകുപ്പ് അഡീഷണൽ ഡയറക്ടർക്ക് കൈമാറി. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും നിർദ്ദേശം നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. കുടുംബ കോടതിയിൽ ഉൾപ്പെടെ യുവതിയും ഭർത്താവും തമ്മിൽ നിരവധി കേസുകൾ തീർപ്പാക്കാനായി ഉണ്ടെന്നും ഹർജിക്കാരി കോടതിയെ അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പേരിൽ ഒട്ടേറെ അമ്മമാരുടെയും ഭാര്യമാരുടെയും മക്കളുടെയും കണ്ണീര് വീണ നാടാണിത്. നിരവധി രക്തസാക്ഷികളുടെ ചോര വീണിട്ടുള്ള കോഴിക്കോട് ജില്ലയിൽ നിന്ന് കഴിഞ്ഞ രാത്രിയിൽ മറ്റൊരു കൊലപാതക വാർത്ത കേട്ടു. കൊയിലാണ്ടിയിലെ CPM ലോക്കൽ സെക്രട്ടറി PV സത്യനാഥിൻ്റെ മരണം രാഷ്ട്രീയ കൊലപാതകമല്ലെങ്കിലും അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്. പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിൻ്റെ വിരോധത്തിൽ മുൻ ബ്രാഞ്ച് സെക്രട്ടറി അഭിലാഷാണ് സത്യനാഥിനെ കൊലപ്പെടുത്തിയത്. കേസ് റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കും. പെരുവട്ടൂരിലെ ചെറിയപുറം ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായുള്ള ഗാനമേള അരങ്ങു തകർക്കുന്നതിനിടെയാണ് ക്ഷേത്രത്തോട് ചേർന്നുള്ള കെട്ടിടത്തിന്റെ വരാന്തയിലിരുന്ന സത്യനാഥിനെ അഭിലാഷ് കുത്തിവീഴ്ത്തിയത്. സത്യനാഥിനെ ഉടൻ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തലയിലും നെഞ്ചത്തുമേറ്റ ആഴത്തിലുള്ള 6 മുറിവുകളാണ് മരണത്തിന് കാരണമായത്. കൊലയ്ക്ക് ശേഷം അഭിലാഷ് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി കീഴടങ്ങി. കുത്താനുപയോഗിച്ച കത്തി ക്ഷേത്രത്തിന് സമീപത്തെ പറമ്പിൽ നിന്ന് കണ്ടെടുത്തു. സത്യനാഥിന്റെ അയൽവാസി കൂടിയായ അഭിലാഷ് CPM അംഗമായിരുന്നു.
മദ്യപാനത്തിലും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിലും നിരന്തരം ഏർപ്പെട്ടു തുടങ്ങിയതോടെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. 8 വർഷം മുൻപായിരുന്നു സംഭവം. സത്യനാഥ് കൂടി ഉൾപ്പെട്ട കമ്മിറ്റിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. അന്നത്തെ നഗരസഭാ ചെയർപേഴ്സന്റെ വാഹനമോടിച്ചിരുന്ന അഭിലാഷിനെ ആ സ്ഥാനത്തു നിന്നും മാറ്റി. പാർട്ടിയുടെ പാലിയേറ്റീവ് സ്ഥാപനത്തിന്റെ ആംബുലൻസ് ഓടിക്കുന്നതായിരുന്നു കുറച്ചുനാൾ ജോലി. പിന്നീട് ആ ജോലിയിൽ നിന്നും പാർട്ടി അഭിലാഷിനെ നീക്കി. കുറച്ചുനാൾ വിദേശത്ത് ജോലി നോക്കിയെങ്കിലും നാട്ടിൽ മടങ്ങിയെത്തി ആശുപത്രികളിൽ ഓക്സിജൻ സിലിണ്ടറുകൾ എത്തിക്കുന്ന ജോലി നോക്കുകയായിരുന്നു. പാർട്ടിയിൽ നിന്നും പാർട്ടി സ്ഥാപനങ്ങളിലെ ജോലികളിൽ നിന്നും നീക്കം ചെയ്തതിലെ പകയാണ് കൊലയ്ക്ക് പിന്നിലെ കാരണമെന്നാണ് പ്രതി ചോദ്യം ചെയ്യലിൽ ആവർത്തിക്കുന്നത്. തനിച്ചാണ് കൃത്യം ചെയ്തതെന്നും ഇയാൾ മൊഴി നൽകി. ഈ കൊലയാളിയായിട്ട് ഇപ്പം നമ്മൾ കാണുന്ന ആള് മുമ്പ് ഈ രംഗത്ത് പ്രവർത്തിച്ച ഒരാളാണ്. പക്ഷേ അയാൾക്ക് ഒരു 4-5 കൊല്ലമായിട്ട് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. അയാളെ വീട്ടിനടുത്ത് തന്നെ അയാൾ വീട്ടിൽ വരുന്നുണ്ടോ എന്ന് ഞങ്ങളറിയില്ല. തൊട്ടടുത്തുള്ള വീടാണ്. അയാൾ ഇവിടെ വന്നു പോകുന്നുണ്ടോ, അയാളെ പ്രവർത്തനങ്ങൾ എന്താണെന്നും ഞങ്ങൾക്കറിയില്ല. എന്താണെങ്കിൽ ഇങ്ങനത്തെ ഇതിലേക്ക് എത്തിയെന്ന് ഞങ്ങൾക്കറിയില്ല. കൊലപാതകം അന്വേഷിക്കുന്നതിനായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി തലവനായ പ്രത്യേക സംഘം രൂപീകരിച്ചു. പേരാമ്പ്ര, വടകര ഡിവൈഎസ്പിമാരടക്കം 14 സംഘത്തിനെയാണ് കേസന്വേഷണത്തിനായി നിയോഗിച്ചിരിക്കുന്നത്. സത്യനാഥിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് കൊയിലാണ്ടി നഗരസഭയിലും സമീപത്തുമുള്ള 4 പഞ്ചായത്തുകളിലും CPM ഹർത്താൽ ആചരിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും ഏത് കുറ്റകൃത്യവും ഒരിക്കൽ പുറത്തുവരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കൊച്ചി എളമക്കരയിലെ ലോഡ്ജിൽ കഴിഞ്ഞ ദിവസം ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. തൃശൂർ സ്വദേശി മനോജ് കുമാർ ഹൃദയസ്തംഭനം മൂലം കട്ടിലിൽ നിന്നും വീണ് മരിച്ചെന്നായിരുന്നു സഹപ്രവർത്തകർ പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ ശരീരത്തിലും നെഞ്ചിലും ഉൾപ്പെടെ മർദ്ദനമേറ്റ പാടുകൾ. പോലീസിന്റെ അന്വേഷണത്തിൽ സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു. കേസിൽ സഹപ്രവർത്തകൻ തിരുവനന്തപുരം സ്വദേശി വിജിത് സേവ്യറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എളമക്കരയിൽ സെക്യൂരിറ്റി ജീവനക്കാരായിരുന്നു മനോജും വിജിത് സേവ്യറും. മനോജ് കുമാർ വീട്ടിൽ മരിച്ചു കിടക്കുന്നുവെന്നാണ് കൂടെയുള്ളവർ എളമക്കര പോലീസിനെ അറിയിച്ചത്. ഹൃദ്രോഗമുണ്ടായിരുന്നുവെന്നും രാത്രി കട്ടിലിൽ നിന്ന് വീണ് മരിച്ചതായിരിക്കുമെന്നുമാണ് സഹപ്രവർത്തകരുടെ മൊഴി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മർദ്ദനമേറ്റ് വാരിയെല്ലുകൾ ഒടിഞ്ഞതായും ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്ന് സ്ഥിരീകരിച്ചതോടെ സംഭവം കൊലപാതകമെന്ന് പോലീസും ഉറപ്പിച്ചു. 20 രാത്രി ബാക്കിയുള്ളവർ കൂടെയുള്ള ആൾ ഉറങ്ങിയതിന് ശേഷം ഇവർ തമ്മിൽ മരിച്ച ആളും തമ്മിലൊരു അടിപിടി ഉണ്ടായതാണ്. എന്താ മരണ കാരണം എങ്ങനെയാണ്? ശക്തമായ ഇടിയുടെ നെഞ്ചിലും വയറ്റിലൊക്കെ കിട്ടിയിട്ടുണ്ട്, മുഖത്ത് 3 സ്ഥലത്ത്. അതാണ് മരണകാരണം. രക്തസ്രാവം, അതിനെ തുടർന്നുള്ള രക്തസ്രാവമാണെന്നാണ് അറിയുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വിജിത് സേവ്യറാണ് കൊലപാതകം നടത്തിയതെന്ന് തെളിഞ്ഞു. ചോദ്യം ചെയ്യലിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് മനോജിനെ ഇടിച്ചു കൊലപ്പെടുത്തിയതാണെന്നും വിജിത് സമ്മതിച്ചു. ഫോറൻസിക് സംഘം ഇവർ താമസിച്ചിരുന്ന എളമക്കര മേനോൻപറമ്പ് റോഡിലെ ലോഡ്ജിലെത്തി തെളിവുകൾ ശേഖരിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊച്ചി. ക്രമസമാധാന നില പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് നമ്മുടെ നാട്. മദ്യപ സംഘവും ലഹരി മാഫിയയും ആരെയും തല്ലാനും കൊല്ലാനും മടി കാണിക്കില്ല. സാധാരണക്കാർ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാൻ പോലും ഭയപ്പെടുന്ന സാഹചര്യം. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് കുസാറ്റിലെ അധ്യാപകനെയും കുടുംബത്തെയും കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ചത് മദ്യപ സംഘമാണ്. ഇവർ സഞ്ചരിച്ച കാർ ബൈക്കിൽ തട്ടിയെന്നാരോപിച്ചായിരുന്നു ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് അധ്യാപകനെ തല്ലിച്ചതച്ചത്. സംഭവത്തിൽ 2 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി നരിപ്പറമ്പ് ജംഗ്ഷനിലായിരുന്നു സംഭവം. ആലുവയിൽ നിന്ന് വേങ്ങരയിലേക്ക് കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു കുസാറ്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ നൌഫൽ, ഭാര്യ രാജഗിരി ആശുപത്രിയിലെ ഡോക്ടർ ഷഹർബാനു, 2 മക്കൾ എന്നിവർ. യുവാക്കൾ സഞ്ചരിച്ച ബൈക്കിൽ കാർ ഉരസിയെന്ന് പറഞ്ഞുള്ള തർക്കത്തെ തുടർന്നായിരുന്നു മർദ്ദനം. കാറിന്റെ വിൻഡോ ഗ്ലാസ് തകർത്ത് ഡ്രൈവർ സീറ്റിലിരുന്ന നൌഫലിനെ യുവാക്കൾ മർദ്ദിച്ചു. മർദ്ദനത്തിൽ നൌഫലിന്റെ കഴുത്തിന് പരിക്കേറ്റിട്ടുണ്ട്.
ഈശ്വരമംഗലം സ്വദേശികളായ ബിനീഷ്, അനീഷ് എന്നിവരാണ് അതിക്രമം കാട്ടിയത്. ഇതുവഴി വന്ന മറ്റ് യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് പ്രതികളെ തടഞ്ഞു നിർത്തി പോലീസ് കൺട്രോൾ റൂമിൽ വിവരമറിയിക്കുകയായിരുന്നു. പൊന്നാനി പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അതിക്രമത്തെ തുടർന്ന് കുടുംബം മറ്റൊരു വാഹനത്തിലാണ് യാത്ര തുടർന്നത്. ന്യൂസ് 18 തിരൂർ. നമ്മൾ ഓടിക്കുന്ന വാഹനം ഇടിച്ച് ഒരാൾ കൊല്ലപ്പെടുകയോ മറ്റെന്തെങ്കിലും അപകടമുണ്ടാവുകയോ ചെയ്താൽ പരമാവധി മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റമാണ് പോലീസ് ചുമത്തുക. പക്ഷെ ചിലരെങ്കിലും അപകടമുണ്ടായാൽ ഭയം കാരണമാകാം വാഹനം നിർത്താതെ കടന്നുകളയും. അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഈ മാസം 13-ന് കൊച്ചി കുണ്ടന്നൂരിൽ ഒരു വയോധികന്റെ മരണത്തിനിടയാക്കിയ അപകടത്തെക്കുറിച്ച് അറിയണം. ഒരു തെളിവ് പോലും ലഭിക്കാതിരുന്ന കേസിൽ നൂറുകണക്കിന് CCTVകൾ പരിശോധിച്ചാണ് നിർത്താതെ പോയ ലോറിയും ഡ്രൈവറെയും മരട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൊച്ചിയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനുകളിലൊന്നായ കുണ്ടന്നൂരിലെ വാഹനാപകടത്തിൽ മരിച്ചയാളെ തിരിച്ചറിയുന്നത് മുതൽ പ്രതിയെ കണ്ടെത്തുന്നതുവരെയും തെളിഞ്ഞത് കൊച്ചി പോലീസിന്റെ അന്വേഷണ മികവാണ്. കൊച്ചി കുണ്ടന്നൂരിൽ ഫെബ്രുവരി 13-ന് രാത്രി 7:40-ഓടെയാണ് അപകട വിവരമറിയിച്ച് മരട് പോലീസ് സ്റ്റേഷനിലേക്കും പോലീസ് കൺട്രോൾ റൂമിലേക്കും ഫോൺ വിളി എത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ് കിടന്നയാളെ പോലീസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകട സ്ഥലത്ത് നിന്ന് ഫോൺ ലഭിച്ചതിലൂടെ മരിച്ചത് റിട്ടയർഡ് KSRTC ഡ്രൈവർ എളമക്കര സ്വദേശി സുധീഷനാണെന്ന് തിരിച്ചറിഞ്ഞു. പിന്നാലെ ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനം കണ്ടെത്തുകയായിരുന്നു പോലീസിന് മുന്നിലെ വെല്ലുവിളി. കൊച്ചി ACP P. രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് വാഹനം കണ്ടെത്താനുള്ള നീക്കം ആരംഭിച്ചു. ചോരയിലൂടെ ഒരു വാഹനം കയറിയിറങ്ങിയപ്പോൾ പതിഞ്ഞ പാട് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഇടിച്ചത് ഒരു സിമന്റ് ലോറിയാണെന്ന് വ്യക്തമായി. കുണ്ടന്നൂരിൽ CCTV ഇല്ലാത്തതിനാൽ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന വൈറ്റില ഭാഗത്തേക്കും അരൂർ ഭാഗത്തേക്കുമുള്ള റോഡരികിലെ മറ്റ് ക്യാമറകൾ പരിശോധിച്ചു. പക്ഷേ യാതൊരു തുമ്പുമില്ല. തുടർന്ന് തേവര കുണ്ടന്നൂർ പാലത്തിന് കീഴിലുള്ള ഒരു കടയിലെ CCTVയിലാണ് ഇടിച്ചത് ചരക്ക് ലോറിയാണെന്ന സൂചന ലഭിച്ചത്. ആ വാഹനം രാത്രി 7:11-ന് പാലത്തിനരികിൽ പാർക്ക് ചെയ്യുകയും 7:30-ന് യാത്ര തുടരുകയും ചെയ്തു. ഈ വാഹനം തന്നെയാണെന്ന് സ്ഥിരീകരിക്കാൻ വൈറ്റില തേവര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ നൂറുകണക്കിന് CCTVകൾ പരിശോധിച്ചു. ഇതോടെ ലോറി ഡ്രൈവർ പത്തനംതിട്ട സ്വദേശി സുധീഷിലേക്കാണ് അന്വേഷണം എത്തിയത്. ചോദ്യം ചെയ്യലിൽ സുധീഷ് കുറ്റം സമ്മതിച്ചു. പാലത്തിനരികെ ലോറി നിർത്തി ചായ കുടിക്കാൻ പോയ സുധീഷ് തിരിച്ചു വന്ന് വണ്ടി എടുത്തപ്പോഴാണ് ഫോൺ ചെയ്ത് നിൽക്കുകയായിരുന്ന സുധീഷിനെ ഇടിച്ചത്. വാഹനം ആരും കണ്ടില്ലെന്ന് മനസ്സിലായതോടെ ഇയാൾ ലോറി നിർത്താതെ പോകുകയായിരുന്നു. പിന്നീട് ലോറിയുമായി പട്ടിമറ്റത്തെ താമസ സ്ഥലത്തെത്തി വാഹനം കഴുകി വൃത്തിയാക്കി പാലക്കാട്ടേക്ക് തിരിച്ചു. അവിടെ ലോഡ് ഇറക്കിയ ശേഷം തമിഴ്നാട്ടിലേക്ക് പോയി. അവിടെ നിന്ന് വീണ്ടും ലോഡ് കയറ്റാൻ വെല്ലിംഗ്ടൺ ഐലൻഡിലെത്തിയപ്പോഴാണ് പോലീസിന്റെ പിടിയിലായത്. ന്യൂസ് 18 കൊച്ചി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഒരു മാസം മുൻപ് തടവ് ചാടിയ പ്രതിയെ പിടിക്കാൻ കഴിയാത്തത് പോലീസിന് ഏറെ തലവേദന സൃഷ്ടിച്ചിരുന്നു. ഒടുവിൽ തമിഴ്നാട്ടിലെ ഒളിയിടത്തിൽ കാമുകിക്കൊപ്പം കഴിഞ്ഞിരുന്ന പ്രതിയെ പിടികൂടി. മധുര കാരക്കുടി കല്ലൽ എന്ന സ്ഥലത്തുള്ള രഹസ്യ കേന്ദ്രത്തിൽ നിന്നാണ് കണ്ണൂർ കൊയ്യോടി സ്വദേശിയായ ഹർഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കാമുകിയും ടാറ്റു കലാകാരിയുമായ അപ്സരയെയും പോലീസ് പൊക്കി. ജയിലിൽ നിന്ന് ബൈക്കിൽ രക്ഷപ്പെടാൻ സഹായിച്ച ഹർഷാദിന്റെ സഹോദരൻ റിസ്വാനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇരുവരുടെയും താമസ സ്ഥലത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. ജയിൽ ചാട്ടത്തിന് ശേഷം ഹർഷാദ് ആദ്യം ബംഗളൂരുവിലെത്തി. അപ്സരയും ബംഗളൂരുവിലെത്തിയതോടെ ഇരുവരും ഒന്നിച്ച് നേപ്പാൾ അതിർത്തി വരെയും ഡൽഹിയിലും എത്തി താമസിച്ചതായി മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധനയിൽ കണ്ടെത്തി. പിന്നീടാണ് തമിഴ്നാട്ടിലെത്തിയത്. അതിനുശേഷം മൊബൈൽ ഫോണോ ATMോ ഇവർ ഉപയോഗിച്ചില്ല. അപ്സരയാണ് ഭാരതീപുരത്ത് വീട് വാടകയ്ക്കെടുത്തിരുന്നത്. തമിഴ്നാട്ടിലെത്തിയ ആദ്യ നാളിൽ ശിവഗംഗയിൽ അപ്സരയും ഹർഷാദും സബ് കളക്ടറുടെ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് താമസിച്ചു. പിന്നീടാണ് മറ്റൊരു വാടക വീട്ടിലേക്ക് താമസം മാറിയത്.
ടാറ്റു കലാകാരിയായ അപ്സര മുൻപ് തലശ്ശേരിയിൽ ജോലി ചെയ്തിരുന്നു. ഇവിടെ വെച്ചാണ് ഇരുവരും പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും. അപ്സര വിവാഹിതയാണ്. ഹർഷാദിനും ഭാര്യയും കുഞ്ഞുമുണ്ട്. ജയിൽ ചാടി 40 ദിവസത്തിന് ശേഷമാണ് ഹർഷാദ് പിടിയിലായത്. സാധാരണ ബെയിൽ കൊടുക്കുന്ന കേസാണ്. അത്ര പക്ഷേ നമ്മൾ ഒബ്ജക്റ്റ് ചെയ്തു. ബെയിൽ ഒബ്ജക്റ്റ് ചെയ്ത് കസ്റ്റഡി വേണം. കസ്റ്റഡിയിൽ ഇൻട്രോഗേഷൻ നടത്തിയ പ്രതിനെ കുറിച്ച് ഒബ്ജക്റ്റ് ചെയ്ത് കൊടുത്തു. ബാക്കി ലഹരിക്കേസിൽ 10 വർഷത്തെ കഠിന തടവ് അനുഭവിച്ചു വരവേ കഴിഞ്ഞ ജനുവരി 14-നാണ് ഹർഷാദ് ജയിൽ ചാടിയത്. രാവിലെ 6:45 പത്രമെടുക്കാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഹർഷാദ് ഗേറ്റിന് സമീപം കാത്തുനിന്ന റിസ്വാനൊപ്പം ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു. 1 മണിക്കൂറിന് ശേഷമാണ് ജയിലധികൃതർ ടൗൺ പോലീസിൽ വിവരമറിയിച്ചത്. പോലീസ് അന്വേഷണം തുടങ്ങിയപ്പോഴേക്കും ഹർഷാദ് ബൈക്കിൽ കൂട്ടുപുഴ പിന്നിട്ടതായി CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഹർഷാദിനെ ജയിൽ ചാടാൻ സഹായിച്ചത് റിസ്വാനാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞതോടെ ഇയാൾക്കെതിരെ കോടതിയിൽ റിപ്പോർട്ട് നൽകി. 2 ആഴ്ച മുമ്പ് റിസ്വാൻ കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങി. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരമാണ് ഹർഷാദിനെ കണ്ടെത്താനായത്. പിടിച്ചുപറി, കവർച്ച, അടിപിടി, കഞ്ചാവ് വിൽപ്പന തുടങ്ങി ഹർഷാദിനെതിരെ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ 17 കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കണ്ണൂർ. തിരുവനന്തപുരം നേമത്ത് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുകയാണ്. കേസിൽ അക്യുപഞ്ചർ ചികിത്സകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെഞ്ഞാറമൂട് സ്വദേശി ശിഹാബുദ്ദീനെയാണ് പോലീസ് പിടികൂടിയത്. ഇയാൾ പറഞ്ഞിട്ടാണ് ഭാര്യയെ ആശുപത്രിയിലേക്ക് മാറ്റാതിരുന്നതെന്നാണ് ഭർത്താവ് നയാസിന്റെ മൊഴി. ശിഹാബുദ്ദീനെ നിയമ സ്റ്റേഷനിലെത്തിച്ചപ്പോൾ യുവതിയുടെ ഭർത്താവ് നയാസ് കൊലവിളി മുഴക്കിയത് നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചു. പോലീസ് ഇടപെട്ടാണ് നയാസിനെ പിന്തിരിപ്പിച്ചത്. അക്യുപങ്ചർ ചികിത്സകനായ ഷിഹാബുദ്ദീൻ പറഞ്ഞിട്ടാണ് ഭാര്യ ഷമീറ ബീവിയെ ആശുപത്രിയിലേക്ക് മാറ്റാതിരുന്നതെന്നാണ് നയാസ് മൊഴി നൽകിയത്. ഷമീറയെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടെന്ന് ഷിഹാബുദ്ദീൻ പറഞ്ഞെന്നാണ് മൊഴി. തുടർന്നാണ് നേമം പോലീസ് ഷിഹാബുദ്ദീനെ അറസ്റ്റ് ചെയ്തത്. ഇയാളെ നേമ സ്റ്റേഷനിലെത്തിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്ന നയാസ് വധഭീഷണി മുഴക്കി പാഞ്ഞെടുത്തു. റിമാൻഡിലായിരുന്ന നയാസിനെ തെളിവെടുപ്പിനും ചോദ്യം ചെയ്യുന്നതിനുമായി കസ്റ്റഡിയിൽ ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്റ്റേഷനിലെത്തിച്ചിരുന്നത്. സ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാർ ഇടപെട്ട് ഇരുവരെയും പിടിച്ചുമാറ്റി. ആശുപത്രിയിൽ ചികിത്സ തേടാതെ വീട്ടിൽ സുഖപ്രസവത്തിന് ശ്രമിച്ച പാലക്കാട് സ്വദേശിയായ ഷമീറ ബീവി കഴിഞ്ഞ ദിവസമാണ് അമിത രക്തസ്രാവത്തെ തുടർന്ന് മരിച്ചത്. നവജാത ശിശുവും മരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഭർത്താവ് പൂന്തറ സ്വദേശി നയാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ മറ്റു പ്രതികളുണ്ടോ എന്ന അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ആരാധനാലയങ്ങളിലും പരിസരത്തും പൊതുവെ നമ്മളെല്ലാം മാന്യത പുലർത്താറുണ്ട്. പ്രത്യേകിച്ച് പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് അനാവശ്യമായി ഒരു ബഹളം പോലും വെക്കാറില്ല. എന്നാൽ കോട്ടയം പൂഞ്ഞാറിൽ ആരാധനാ ചടങ്ങുകൾ നടക്കുമ്പോൾ പള്ളി കോമ്പൗണ്ടിൽ ചില സാമൂഹ്യ വിരുദ്ധരുടെ ബൈക്ക് റേസിംഗ്. ഇത് ചോദ്യം ചെയ്ത പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിയിലെ വൈദികനെ സംഘം ബൈക്ക് കൊണ്ട് ഇടിച്ചിട്ടു. സംഭവത്തിൽ പ്രതിഷേധവുമായി വിശ്വാസികളും രംഗത്തെത്തി. ഇതുപോലെ സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പെരുമാറുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടിയാണ് പോലീസ് സ്വീകരിക്കേണ്ടത്. ആരാധനാ ചടങ്ങുകൾ നടക്കുന്ന സമയം പള്ളി കോമ്പൗണ്ടിൽ ബൈക്ക് റേസിംഗ് നടത്തിയതാണ് വൈദികൻ തടയാൻ ശ്രമിച്ചത്. ഇതിൽ പ്രകോപിതരായി ബൈക്ക് കൊണ്ട് തന്നെ റേസിംഗ് തുടർന്ന് വൈദികനെ തട്ടിയിട്ടു. പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ആറ്റുചാലിന് അതിക്രമത്തിൽ പരിക്കേറ്റു. ഇദ്ദേഹത്തെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. വിശ്വാസികൾ പള്ളിയിൽ സംഘടിച്ച പ്രതിഷേധ കൂട്ടായ്മയും റാലിയും നടത്തി.
അക്രമത്തെ സീറോ മലബാർ സഭ അൽമായ സമിതി അപലപിച്ചു. ലഹരിമരുന്ന് ഉപയോഗിക്കുന്ന യുവാക്കളുടെ സംഘമാണ് അതിക്രമത്തിന് പിന്നിലെന്നാണ് ആരോപണം. സംഭവത്തിന് പിന്നാലെ പാല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വൻ സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയത്. കോട്ടയം. ആലപ്പുഴ കാട്ടൂരിൽ 13 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകർക്കെതിരെ കടുത്ത ആരോപണമുയർന്നിരുന്നു. പരാതിക്ക് പിന്നാലെ ആരോപണ വിധേയരായ 3 അധ്യാപകരെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. കാട്ടൂർ ഹോളി ഫാമിലി വിസിറ്റേഷൻ പബ്ലിക് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി പ്രജിത്ത് കഴിഞ്ഞ 15-നാണ് മരിച്ചത്. അധ്യാപകരുടെ മാനസിക ശാരീരിക പീഡനത്തിൽ മനംനൊന്താണ് കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം മുഖ്യമന്ത്രിക്കും ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. വയസ്സുകാരൻ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയ ഉടൻ തൂങ്ങി മരിച്ച സംഭവത്തിൽ അധ്യാപകർക്കെതിരെ നാട്ടുകാരുടെ അടക്കം പ്രതിഷേധം വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് കാട്ടൂർ ഹോളി ഫാമിലി വിസിറ്റേഷൻ സ്കൂൾ മാനേജ്മെന്റ് 3 അധ്യാപകരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. മരണദിവസം പ്രജിത്തിനെ ചൂരൽ കൊണ്ടടിക്കുകയും ശാരീരിക പരിശോധന നടത്തുകയും ചെയ്ത ഫിസിക്കൽ ട്രെയിനിംഗ് അധ്യാപകൻ ക്രിസ്തുദാസ്, പ്രജിത്തിന്റെ ക്ലാസ് ടീച്ചർ, കുട്ടികളുടെ മുന്നിൽ വെച്ച് അപമാനിച്ച മറ്റൊരു ടീച്ചർ എന്നിവർക്കാണ് സസ്പെൻഷൻ. എന്നാൽ സസ്പെൻഡ് ചെയ്ത അധ്യാപകരുടെ പേരുകൾ സ്കൂൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. കേസിൽ പ്രജിത്തിന്റെ സഹപാഠികളുടെയും കൂട്ടുകാരുടെയും അടക്കം 7 പേരുടെ മൊഴി അന്വേഷണം നടത്തുന്ന മണഞ്ചേരി പോലീസ് രേഖപ്പെടുത്തി. പ്രജിത്തിന്റെ വീട്ടിലെത്തിയ ബാലാവകാശ കമ്മീഷൻ കേസിൽ വിശദമായ അന്വേഷണം നടത്താൻ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണ ഉണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും കമ്മീഷൻ അറിയിച്ചു. കഴിഞ്ഞ 15-ന് വൈകിട്ടാണ് കുട്ടി വീട്ടിൽ തൂങ്ങി മരിച്ചത്. അധ്യാപകരുടെ മാനസിക ശാരീരിക പീഡനങ്ങളിൽ മനംനൊന്താണ് മകൻ ജീവനൊടുക്കിയതെന്ന് പിതാവ് മനോജ് മുഖ്യമന്ത്രിക്കും ബാലാവകാശ കമ്മീഷനും കളക്ടർക്കും നൽകിയ പരാതിയിൽ ആരോപിക്കുന്നു. എന്നാൽ CPM പ്രാദേശിക നേതാക്കളുടെ ബന്ധുക്കളായ അധ്യാപകർക്കെതിരെ പോലീസ് നടപടി വൈകുന്നുവെന്നാണ് ആക്ഷേപം. ന്യൂസ് 18 ആലപ്പുഴ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കൊല്ലം കുണ്ടറയിൽ കേബിൾ TV ഓപ്പറേറ്റർമാരെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളെ പിടികൂടാനാകാതെ പോലീസ്. മർദ്ദനത്തിൽ പരിക്കേറ്റ ഉമ്മൻ വർഗീസ് തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിൽ കോമ സ്റ്റേജിൽ കഴിയുകയാണ്. തൃശൂർ മലക്കപ്പാറയിൽ ആദിവാസി മൂപ്പൻ വീരനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചെന്ന് പരാതി. ആദിവാസികൾ കെട്ടിയ 3 കുടിലുകൾ വനംവകുപ്പ് പൊളിച്ചുമാറ്റി. മലപ്പുറം കാടാമ്പുഴ ക്ഷേത്ര പരിസരത്ത് വിൽപ്പനയ്ക്കായി എത്തിച്ച 4 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. പാലക്കാട് സ്വദേശികളായ സൻഫീർ, അബ്ദുൽ ഹാരിസ് എന്നിവരാണ് പിടിയിലായത്. വയനാട് മീനങ്ങാടിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി സഹോദരിയുടെ ഭർത്താവിനെ കമ്പി കൊണ്ടടിച്ച് മാരകമായി പരിക്കേൽപ്പിച്ച സഹോദരങ്ങൾ അറസ്റ്റിൽ. മീനങ്ങാടി സ്വദേശി അബ്ദുൽ സലീം, അബ്ദുൽ സലാം, അബ്ദുൽ ഷെരീഫ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മധ്യപ്രദേശിലെ ഇൻഡോറിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡിപ്പോ മാനേജരെയും കുടുംബാംഗങ്ങളെയും കൈകാലുകൾ കെട്ടിയിട്ട് വീട്ടിൽ കവർച്ച നടത്തി. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ അവസാനിക്കുന്നതിന് മുൻപ് പോക്സോ കേസിലെ ഒരു കോടതി വിധി കൂടിയുണ്ട്. പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പ്രതിക്ക് കഠിന തടവും പിഴയും ശിക്ഷ. പത്തനംതിട്ട മലയാലപ്പുഴ സ്വദേശി വിഷ്ണു വിൽസനെയാണ് 31 വർഷം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയൊടുക്കുന്നതിനും കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി വിധിച്ചത്. 2017-ലാണ് കേസിനാസ്പദമായ സംഭവം. നേരത്തെ പത്തനാപുരത്ത് താമസിച്ച പ്രതി വിവാഹ വാഗ്ദാനം നൽകി ഇയാളുടെ വീട്ടിലെത്തിച്ച് ആഹാരം പോലും നൽകാതെ ദിവസങ്ങളോളം ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. തുടർന്ന് പെൺകുട്ടി ഗർഭിണിയായി. അതിജീവിത പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവർക്ക് ഒരു മുന്നറിയിപ്പാകണം ഇതുപോലുള്ള കോടതി വിധികൾ. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.
പഞ്ചായത്തിലെ കിട